കുവൈറ്റിൽ 700 കോടി രൂപയുടെ ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കാതെ മുങ്ങിയ 1425 മലയാളി ആരോഗ്യ പ്രവർത്തകരെ പോലീസ് അന്വേഷിക്കുകയാണ്. ഗൾഫ് ബാങ്ക് കുവൈറ്റ് ഷെയർ ഹോൾഡിംഗ് കമ്പനിയിലെ ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ചയാണ് കേരളത്തിലെത്തി പോലീസിന് പരാതി നൽകിയത്. ചെറിയ വായ്പകളെടുത്ത് മുടങ്ങാതെ പണമടച്ച് ബാങ്കിന്റെ വിശ്വാസ്യത നേടിയെടുത്തതിന് ശേഷമാണ് വലിയ വായ്പകളെടുത്ത് തിരിച്ചടയ്ക്കാതെ മിക്കവരും രാജ്യം വിടുന്നത്. മലയാളിക്ക് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കുന്ന സംഭവമെന്ന വിമർശനങ്ങളാണ് വ്യാപകമായി ഉയരുന്നത്. പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നവരിൽ കൂടുതലും കുവൈറ്റിലെ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. 2019-22 കാലത്താണ് കൂടുതൽ തട്ടിപ്പും നടന്നിരിക്കുന്നത്. പലരും 50 ലക്ഷം മുതൽ 3 കോടി വരെയാണ് തിരിച്ചടയ്ക്കേണ്ടത്. കുവൈറ്റിൽ നിന്നും തട്ടിപ്പ് നടത്തി മുങ്ങിയവരിൽ ചിലർ മാത്രമാണ് നിലവിൽ കേരളത്തിലുള്ളൂ. മറ്റുള്ളവർ യൂറോപ്പ്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഗൂഢാലോചന, കെട്ടിച്ചമച്ച രേഖകൾ എന്നിവ ഉപയോഗിച്ച് ബാങ്കിനെ കബളിപ്പിക്കുകയും സ്വത്ത് തട്ടിയെടുത്ത് രാജ്യം വിട്ടതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. സ്വത്തുക്കൾ കണ്ടെടുത്ത് ജപ്തി ചെയ്ത് കുടിശ്ശിക തിരിച്ചടയ്ക്കുന്നതിന് പിന്നാലെ 7 വർഷം വരെ പ്രതികൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ വായ്പാത്തുക ഇവർക്ക് ലഭിച്ചതിന് പിന്നിലെ പ്രധാന കാരണം. കുവൈറ്റിലെ ആരോഗ്യ ജീവനക്കാർക്ക് ബാങ്ക് ലോണുകൾ വളരെ എളുപ്പത്തിൽ കിട്ടും. ചെറിയ ലോണുകളെടുത്ത് കൃത്യമായി അടച്ചു തീർത്തതിന് ശേഷം നല്ല ക്രെഡിറ്റ് സ്കോർ നേടി തുടർന്ന് 1 കോടിക്ക് മുകളിൽ ലോണുകളെടുത്ത് മുങ്ങുന്നതാണ് ഇവരുടെ രീതി. കുറ്റകൃത്യം നടന്നത് കേരളത്തിലല്ലെങ്കിലും വിദേശത്ത് കുറ്റകൃത്യം നടത്തി ഇന്ത്യയിലേക്ക് വരുന്ന പൗരന്മാർക്കെതിരെ കേസെടുക്കാൻ നിയമപരമായി സാധിക്കും. ഇതുവരെ 10 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. 10 കേസുകളിൽ 9 കേസും എറണാകുളത്താണ്. കളമശ്ശേരി, മൂവാറ്റുപുഴ, വരാപ്പുഴ, പുത്തൻകുരിശ്, കാലടി, ഞാറയ്ക്കൽ, ഊന്നുകൽ, കോതമംഗലം സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുമരകത്ത് നിന്നാണ് അവസാനത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുവൈറ്റിൽ മാത്രമല്ല UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ എന്നീ ബാങ്കുകളും തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ ADGP മനോജ് ഇബ്രാഹിമിനെ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ വെച്ച് കുറ്റം ചെയ്താൽ BNS സെക്ഷൻ 208 പ്രകാരം ബാങ്കുകൾക്ക് കേസുമായി മുന്നോട്ടു പോകാൻ കഴിയും.